ഇപ്പോൾ ഞാൻ ഇത്തിരി ടിപ്സുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം എൻ്റെ കുറച്ച് ബോക്സുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ടിപ്പ് നമ്പർ 1, എന്തൊരു പീസ് ഓഫ് പേപ്പറോ ബുക്കോ നമുക്ക് കിട്ടിയാൽ അത് വായിക്കാൻ ശ്രമിക്കുക. ഏത് ഭാഷയായാലും അത് വായിക്കാൻ ശ്രമിക്കുക. അതിൽ നിന്ന് പുതിയ വാക്കുകളും പഠിക്കാൻ പറ്റും, അറിവ് കൂട്ടാനും പറ്റും. റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് അബിലിറ്റിയും ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനും നമുക്ക് പറ്റും. ടിപ്പ് നമ്പർ 2, ഡെയിലി 15 മിനിറ്റ്സ് റീഡ്. രാവിലെയോ രാത്രിയോ 15 മിനിറ്റ്സ് കമ്പൽസറി ആയിട്ട് റീഡ് ചെയ്യാം. സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് എല്ലാവരും ഫുൾ ബിസി ആയിരിക്കും. അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ വരണമെന്നില്ല. പക്ഷേ ഡെയിലി 15 മിനിറ്റ്സ് നമ്മുടെ മനസ്സുകൊണ്ട് സമയം മാറ്റി വെച്ചാൽ ഈ ഒരു ഹാബിറ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എന്നെപ്പോലെ രാവിലെ മദ്രസയിലും ട്യൂഷനൊക്കെ പോകുന്ന കുട്ടികൾക്ക് രാവിലെ എഴുന്നേറ്റ് വായിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ അവർക്കുള്ള ബെസ്റ്റ് ടൈം രാത്രി കിടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് വായിക്കുന്നതാണ്. അത് നമ്മുടെ ഫോക്കസും വർദ്ധിപ്പിക്കും. ടിപ്പ് നമ്പർ 3, കളക്ട് മാക്സിമം ബുക്സ്. പരമാവധി കിട്ടുന്ന എല്ലാ നല്ല ബുക്സുകളും ശേഖരിച്ച് വയ്ക്കുക, വായിക്കുക. അതിപ്പോൾ ന്യൂസ് പേപ്പറിലത്തെ ഫീച്ചേഴ്സ് ആയാലും അത് കളക്ട് ചെയ്ത് ഓരോ ദിവസവും നമ്മളത് വായിക്കുക. ചെറിയ കുട്ടികളാണെങ്കിൽ ബാലരമ, കളിക്കുടുക്ക അങ്ങനത്തുള്ള കഥാപുസ്തകങ്ങളൊക്കെ വായിച്ചു തുടങ്ങാം. പിന്നെ ആമസോൺ പോലുള്ള ഓൺലൈൻ വെബ്സൈറ്റിൽ നിന്നൊക്കെ നമ്മുടെ പ്രായത്തിനനുസരിച്ചുള്ള ബുക്സുകൾ പേരൻസിൻ്റെ ഹെൽപ്പോട് കൂടി നമുക്ക് ഓർഡർ ചെയ്ത് വീട്ടിൽ വരുത്തി യൂസ് ചെയ്യാനും പറ്റും. ടിപ്പ് നമ്പർ 4, റെഡ്യൂസ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ആൻഡ് ഇൻക്ലൂഡ് ബുക്സ് ഇൻ ഡെയിലി റുട്ടീൻ. എൻ്റെ ജനറേഷനിൽ ഒരുവിധം കുട്ടികളും ഇഷ്ടപ്പെടുന്നത് ഫോണും ടാബും TV ഒക്കെയാണ്. അതുകൊണ്ട് ഈ റീഡിങ് ഹാബിറ്റ് നമ്മുടെ മനസ്സിൽ വരണമെന്നില്ല. അറ്റ്ലീസ്റ്റ് സ്കൂളിലെ ദിവസമെങ്കിലും ഈ ഗാഡ്ജറ്റ്സ് ഒന്നും യൂസ് ചെയ്യാതിരിക്കാൻ പറ്റുന്നവർ ഒഴിവാക്കുക. ആ സമയം നമ്മുടെ ഈ റീഡിങ് ഹാബിറ്റ് ഇൻക്ലൂഡ് ചെയ്യുക. ടിപ്പ് നമ്പർ 5, യൂസ് സ്കൂൾ ലൈബ്രറി. എല്ലാ സ്കൂളിലും ചെറുതാണെങ്കിലും ഒരു ലൈബ്രറി ഉണ്ടാവും. അപ്പോൾ ലൈബ്രറിയിലുള്ള എല്ലാ ബുക്സുകളും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. വൺസ് ഇൻ എ വീക്ക് നൂൺ ഇൻ്റർവെല്ലോ അതോ ഫുഡ് കഴിച്ചിട്ടുള്ള ഏതെങ്കിലും ഇൻ്റർവെല്ലിൽ ടീച്ചറിൻ്റെ പെർമിഷനോടുകൂടി ലൈബ്രറിയിൽ പോയി സൈലൻ്റ് ആയിട്ട് ബുക്ക് റീഡ് ചെയ്താൽ വളരെ നല്ലതാണ്. ഈ ടിപ്സൊക്കെ 1 by 1 ആയി ഫോളോ ചെയ്താൽ റീഡിങ് എന്ന ഹാബിറ്റ് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ഉറങ്ങാൻ നേരത്ത് അബ്ബയും ഉമ്മയും ഞങ്ങൾക്ക് കഥകളൊക്കെ പറഞ്ഞു തരും. ബാലരമയും ബാലഭൂമിയും ഒക്കെ ഞങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരും. എല്ലാ കുട്ടികളെയും എന്നതുപോലെ അവിടെ നിന്നൊക്കെയാണ് ഞങ്ങൾക്കും വായിക്കാനുള്ള ഇൻട്രസ്റ്റ് വന്നത്. എല്ലാവരും ഈ ടിപ്സ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുമല്ലോ. ഫ്രണ്ട്സ്, നിങ്ങൾ വായിച്ചിട്ടുള്ള ബുക്സിന്റെ പേരുകൾ കമന്റ് ചെയ്യുമല്ലോ. എല്ലാവർക്കും റീഡിംഗ് ഡേ വിഷസ് ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.